സൂപ്പർ. അയ്യോ, ഇന്നത്തെ ദിവസം മോർണിംഗത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നേരെ ഒരു 11 o'clock തൊട്ടിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഇച്ചിരി കൂടെയൊക്കെ കഴിഞ്ഞ് കഞ്ഞി എടുക്കാൻ പോകണം. ഇവിടെ എല്ലാവരും പുറത്തേക്ക് പോയി. അല്ലെങ്കിൽ ഒരു ഓണം സെലിബ്രേഷൻ്റെ അതിന് ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി. ഞങ്ങളൊന്നും പോയില്ല. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി കഞ്ഞിയൊക്കെ കൊടുക്കട്ടെ. കുഞ്ഞാണ്ടി ഉണ്ട്, നമുക്ക് ഇന്നും ബിരിയാണി ഉണ്ട്, പിന്നെ എഗ്ഗ് വലത്തിയതോ എന്തോന്ന്, പയറുപ്പേരി, സാമ്പാർ, ചോറ് അവിടെ ഉണ്ട്, പിന്നെ അച്ചാറ്, പപ്പടം. അത് ഞങ്ങൾ എടുത്തില്ല. എന്നാലും ഞങ്ങൾക്ക് ബിരിയാണി കഴിക്കട്ടെ. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ഞങ്ങളത് ഇറങ്ങി വേഗം ഡ്രസ്സ് പിടിച്ച് ഇറങ്ങിയതായിരുന്നു. ഓ സമ്മതം നമ്മൾ പോവാണ്. കഴിച്ചു റെഡി എല്ലാവരും. രാഹുലുണ്ട്, കുഞ്ഞാഞ്ചിയുണ്ട്. ഇവിടെ എത്തി. ആ ഫസ്റ്റിട്ട പൂക്കളായിരുന്നു ഞങ്ങളെ പൂക്കളം. ഐ മീൻ കുഞ്ഞാൻ്റെ ഒക്കെ ഇട്ട പൂക്കളം. ബാക്കിയൊക്കെ ഓരോരുത്തർ ഇട്ടതായിരുന്നു. കുറച്ച് നേരം സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഉണ്ട്. ഞങ്ങൾ കിച്ചണിലും പോയി പായസമൊക്കെ കുടിച്ച് ഇച്ചും രാവിലെ കളിക്കുന്നതൊക്കെ കുറേ നേരം ഞങ്ങൾ ഫോട്ടോ എടുത്ത് നോക്കിയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തൊരു പാർക്ക് പോയി കളിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ബാക്കിയെല്ലാം ആ ടൈമിൽ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഞങ്ങൾ തിരിച്ച് ഓട്ടോയിലാണ്. ഞങ്ങൾ ഓട്ടോറിക്ഷയിലും ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. എല്ലാവരും കൂടി കാർ പോകാൻ സ്ഥലമില്ല. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ബീച്ചിൽ പോവാന്ന് പറഞ്ഞിട്ട് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി. അങ്കേതുമ്പെടുക്കണോ ആടുണ്ട്. ഇവിടെ എത്തിയുണ്ട്. കുഞ്ഞാൻ്റെ രാഹുല് നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റുമല്ലേ, പോയി നോക്കട്ടെ. ആൻറ്റി പറഞ്ഞാൽ ശരിയാണ്, വെള്ളം കണ്ടാവാൻ നിൽക്കില്ല. വെള്ളത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ അവിടെ നിന്ന് പോക്കാൻ ഭയങ്കര പാടായിരിക്കും നമുക്ക്. പക്ഷെ അവിടെ എന്തായാലും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കയറൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്ത് തന്നെ കുറേ നേരം നടന്ന് കളിച്ചു. പൂഴി കളിക്കലും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല നല്ല സ്ഥലം ഉണ്ടായിരുന്നു അങ്ങോട്ടൊക്കെ. പിന്നെ കുറേ നേരം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. ഇച്ചു ഭയങ്കര ഓട്ടോ ആയിരുന്നു രാഹുലിൻ്റെ കൂടെ. അവിടെ കണ്ടോ ഹട്ടൊക്കെ ഉണ്ടായിരുന്നു. മുകളിൽ കയറാനുള്ള മുഴുവനായിട്ട് കയറാൻ പറ്റില്ല, പകുതി വരെ കയറാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇരുട്ടായി ഒന്നാമത് ഇറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊരു കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ എന്തായാലും പോവാൻ വിചാരിച്ചതാ. ഒന്നും കാണുന്നില്ലല്ലേ. അല്ല രാഹുലൊക്കെ ഇവിടെ, അവരത് അവിടെ വരുന്നുണ്ട്. നമ്മൾ ഈ പോയിന്റാണ് മൈ. കണ്ടോ കണ്ടോ. ബീച്ചിൽ നിന്ന് ഞങ്ങൾ നേരെ ഒരു മുകളിലേക്കാണ് കയറിയത്. മുകളിൽ ജസ്റ്റ് ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കാൻ നല്ല രീതിക്ക് അങ്ങനെ കയറി. ഇച്ചൂനൊരു ഡ്രസ്സ് ആൻറ്റി എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോന്ന്. ഒരു പാൻറ്റും ഒരു ഹുഡി ടൈപ്പ് ക്യാപ്പൊക്കെ വരുന്നത്. അതെടുത്തതിന് ഇച്ചു വാശി തുടങ്ങിയപ്പോൾ ഞങ്ങൾ വേഗം താഴെ ഇറങ്ങി. അവിടുന്ന് ഞങ്ങളൊരു സ്വീറ്റ് കോൺ വാങ്ങി. അവർ ചോദിക്കായിരുന്നു മോ വാശി പിടിക്കുന്നുണ്ടെന്ന് ചോദിക്കുക. അപ്പോൾ അവർ ഞങ്ങൾക്ക് വേഗം എടുത്തിരുന്നു. കറക്റ്റ് കാര്യം ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. എന്താ ഒരു കോണും വാങ്ങി, സ്വീറ്റ് കോണോ എന്തായാലും വാങ്ങി ഞങ്ങൾ ഇറങ്ങുവാണ്. അതിൻ്റെ അമ്മോ എന്തോ ഒരു കരച്ചിലായിരുന്നു. എന്നിട്ടാണ് പറയാം, വെറുതെ വാശി പിടിക്കുകയായിരുന്നു കുട്ടികളൊക്കെ. രസമുണ്ട്. കറക്കം കഴിഞ്ഞാൽ ഇനി അടുത്തത് എന്താ, നമുക്ക് ഫുഡ് അടി, അതാണല്ലോ മെയിൻ. അപ്പം നമ്മൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ആൻറ്റി ഫ്രണ്ട്സൊക്കെ വരുന്നൊരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് എന്തായാലും ഇവിടെ. എന്തായാലും മതി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കുകയാണ് ഗായ്സ്. സ്പോൺസർ കുഞ്ഞാണ്.
ഇതാ ഒരുത്തെ ഇവിടെ കരഞ്ഞോണ്ടിരിക്കുന്നു. ഇത്ര നെത്തിയിരിക്കുന്നു. ആദ്യം 1-2 സോസൊക്കെ വന്നു. അതിന് ശേഷം ചിക്കൻ സൂപ്പ് വന്നു. കുറച്ച് സ്പൈസി ആയിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലതിനുണ്ട്. ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് ഗ്രീൻ ഗാർലിക് മസാല എന്നെന്തുമായിരുന്നു. അതൊരു ചിക്കൻ്റെതായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കാണുന്നത്ര എരിവൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ വരെ കഴിച്ചു. അടുത്ത ഐറ്റത്തിൻ്റെ പേര് പ്രോൺസ് ഗീ റോസ്റ്റ്. ഐ മീൻ നമ്മൾ ചെമ്മീൻ്റെ ഒരു ഐറ്റമായിരുന്നു. ഇതിൻ്റെ ഗ്രേവി ആയിരുന്നു കിഡിലൻ ടേസ്റ്റ്. എല്ലാം ഒരുമിച്ച് ഓർഡർ ചെയ്താണെങ്കിലും അവർ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഓരോന്ന് കൊണ്ടുവരുന്നത്. നമ്മൾ കഴിയാൻ ടൈം ആകുമ്പോഴാണ് അടുത്ത കൊണ്ടുവരുന്നത്. ഇനിയിപ്പോൾ കൊണ്ടുവരുന്നത് നമുക്ക് ഒരു ഗ്രേവി, ഐ മീൻ ഒരു കറി, ചിക്കൻ്റെ ഒരു കറി കൊണ്ടുവന്നു. ബട്ടർ പറഞ്ഞിട്ടുണ്ട്. ബട്ടറിൻ്റെ എന്തോ ഒരു കറിയാണ്. ഐ മീൻ ചിക്കൻ ബട്ടർ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കറി ഉണ്ടായിരുന്നു. പിന്നെ നാനുണ്ടായിരുന്നു, ബട്ടർ നാനും പൊറാട്ടയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇതാ ബിരിയാണി, ചിക്കൻ ബിരിയാണി രാഹുൽ ഓർഡർ ചെയ്തതാണ്. അവൻ എല്ലാവർക്കും വേണ്ടിയിട്ട് എടുക്കാൻ പറഞ്ഞിട്ട് എല്ലാവർക്കും വേണ്ടി അവർ സെർവ് ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് എന്തായാലും കഴിക്കാൻ പറ്റില്ല. ഒരു കുട നിറച്ചുണ്ടായിരുന്നു. അതും അത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, എന്നാലും ഓക്കെയാണ്. ചിക്കൻ വരില്ലേ? ഇച്ചു കുറച്ചൊക്കെ ഫുഡ് കഴിച്ച് പിന്നെ അവിടെ കളിക്കായിരുന്നു. അപ്പം നമുക്ക് ബിരിയാണിയിൽ കൂടെ തന്ന നാരങ്ങ ഉണ്ടായിരുന്നു. അത് ഇച്ചുവിന് ആൻറ്റി കഴിക്കാൻ കൊടുത്ത എക്സ്പ്രഷനാണ് അവിടെ കാണുന്നത്. ഫുഡ് കഴിച്ചതിന് ശേഷം കൈ കഴുകാതെ നല്ല ചൂട് വെള്ളവും നാരങ്ങ കഷ്ണം ഉണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നു ആ വെള്ളം, പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു. അതിലങ്ങനെ കൈയിട്ട് കഴുകാൻ വേണ്ടിയിട്ട്. എല്ലാം കഴിഞ്ഞ് ഇഷ്യൂ എല്ലാവരോടും ബായും ടാറ്റയും ഒക്കെ പറഞ്ഞ് അവിടെ നടക്കുമായിരുന്നു. ആൻറ്റിയും ഞങ്ങളൊക്കെ ഫുഡിൻ്റെ ബില്ല് വരെ കാത്തിരിക്കുമായിരുന്നു. ബില്ല് വന്നപ്പോൾ എൻ്റെ ഒന്നും ഞെട്ടിയില്ല, പക്ഷെ ഞാനും മാത്രമേ ഞെട്ടി. 2006 അങ്ങനെ എന്തോ ആണ് ബില്ല് വന്നത്. എന്തായാലും ഫുഡ് കൊള്ളാം. ഞാൻ ഫുഡ് കഴിച്ചാണ് കേട്ടോ. ബൈ. കാറ് വന്ന് നമ്മള് പോവാണ്. നമ്മള് കാറ് വിടും, നമ്മള് കയറട്ടെ. അങ്ങനെ ഞങ്ങളെ ട്രിപ്പ് അവസാനിച്ചിരിക്കുന്നു. വീട്ടിലെത്തി. ഇവരൊക്കെ ചന്ദ്രനെ നോക്കുന്നത്. കാപ്പികൾക്ക് കഴിഞ്ഞു. അപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു ടൈമായി. അപ്പോൾ പിന്നെ വേറെ വ്ളോഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഡേ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ഡേ ഞങ്ങൾ തിരിച്ച നാട്ടിലേക്ക് വരുന്നതിലൊരു ചെറിയൊരു ഭാഗം കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം. എല്ലാവരും പോകുന്നത് തെറ്റില്ല. അപ്പം ഞങ്ങളിതാ രാവിലെ എന്തായാലും ഇതാക്കി ഇറങ്ങി. ഞാൻ ഇറങ്ങാം. എല്ലാവരും റെഡിയായി. ഫുഡൊക്കെ എടുത്ത് ബൈ പറയാണ്. ഞാനിങ്ങനെ വഴി ഡ്രോപ്പ് ചെയ്യാണ്. ഞങ്ങൾ ഇറങ്ങി. എങ്ങി അപ്പതാ ഞങ്ങളെ പോയിക്കൊണ്ടിരിക്കുക. കുഞ്ഞോളെ ഞങ്ങളിവിടെ ഇറക്കും. പിന്നെ നമ്മള് കുഞ്ഞുവിൻ്റെ കോളേജ് സ്കൂളല്ലേ. ബായ് കുഞ്ഞു. ചൂര ബായ് പറ. ഒരു മടുത്ത് അടിച്ചിട്ടേക്ക് ബായേ. നോക്കി കേട്ടാ ബായേ. ചിറ്റയെ വിളി. ബായാണ് ഇപ്പൊ. ചിറ്റയെ വിളിച്ചാളോ? ബായ് കുഞ്ഞു. വിളിക്കാം കുഞ്ഞു. ചിറ്റ പോയാ കുഞ്ഞാ. ടിക്കറ്റ് ഒന്ന് എടുക്കണം. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ രണ്ട് സ്ഥലത്തായതുകൊണ്ട് നമ്മൾ വേറൊരു ടിക്കറ്റും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രിൻ്റ് എടുക്കാൻ പോയതാണ് അവൻ. നമ്മുടെ സ്റ്റേഷനിൽ തന്നെ എടുക്കുന്നു. കുഴപ്പം വരില്ല. ലേറ്റ് ആയിട്ടല്ലേ നമ്മൾ തുടങ്ങുന്നത്, അതുകൊണ്ടോ നേരത്തെ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ തിരിച്ചു പോവാണ്. എന്തായാലും ടാറ്റ പറ. ബൈ.
കയറി കുറച്ച് ടൈം വരെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് റഷായി തുടങ്ങിയപ്പോൾ ഞങ്ങൾ വേഗം ആൻറ്റി ഞങ്ങൾക്ക് ഫുഡ് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫുഡൊക്കെ കഴിച്ച് പിന്നെ വേഗം നാട്ടിലെത്തി. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ പോട്ടെ. ഞങ്ങൾ ടയേർഡായി, നല്ല റഷ് ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും. എന്തായാലും കുഴപ്പമില്ലാതെ ഞങ്ങൾ അവിടെ എത്തിയില്ലേ. നല്ല രാത്രിയായിരുന്നു. എന്നാലും പോട്ടെ. സ്റ്റേഷനിൽ വണ്ടിയെടുത്ത് ഞങ്ങൾ നേരെ ഒരു ലൈമും കട്ട്ലേറ്റും കഴിച്ച് നേരെ ആർഷിയുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ പ്രിയ ആദ്യമായിട്ടാണ് വരുന്നത്. ആർഷിക്കൊരു സർപ്രൈസ് കൊടുക്കാന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവളുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പ്രിയ അവസാനം ഇനി വരാത്തതിൻ്റെ പരിഭവമൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരം സംസാരിച്ചിരുന്നു. പിന്നെ താ നേരെ വീട്ടിലേക്ക് എത്തി. വീട്ടിൽ പുതിയ മേശ വാങ്ങി, അതാണ് പുതിയ മേശ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ള വീഡിയോ. അപ്പോൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ല വീഡിയോസ് വീണ്ടും വരുന്നതിന് ബൈ.